മാസിക റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാനും അതുപോലെ മാസികയുടെ ജനറൽ റൂൾസ് ആൻഡ് ഗൈഡൻസ് പറയാനായിട്ട് എൻ്റെ മുഖ്യ ഇൻസ്പിറേഷനായിരുന്ന ഗൈഡൻസ് രാഹുൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാഹുൽ സാർ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. സ്റ്റാൻഡേർഡ് 3 മൂന്നാം ക്ലാസ്സിലെ തെലുങ്ക് ബിയാണ് ഫസ്റ്റ് പ്രൈസ്. സ്റ്റാൻഡേർഡ് 4 സി ആണ് ഫസ്റ്റ് പ്രൈസ്. സ്റ്റാൻഡേർഡ് 4 സി, സ്റ്റാൻഡേർഡ് 5 എ, സ്റ്റാൻഡേർഡ് 6 എ, സ്റ്റാൻഡേർഡ് 7 സി, സ്റ്റാൻഡേർഡ് 8 ബി. 10 പ്ലസ് ഒരു കാറ്റഗറി ആയിരുന്നു. അതിൽ 10 എ ആണ് ഏറ്റവും മികച്ച നായകൻ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, വിജയികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഡയറക്ടർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധകലാകാരന്റെ മനോഹരമായ തീരത്തുള്ള ഗ്രൂപ്പ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ കുട്ടികളുടെ സർഗപരമായ കഴിവുകളെ അടയാളപ്പെടുത്തുന്ന അവരുടെ പ്രതിഭയെ പ്രതിഫലിപ്പിക്കുന്ന കൈയെഴുത്ത് മാസിക പ്രകാശനം ചെയ്യുവാൻ സാധിച്ചത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ബഹുമാന്യനായ അച്ഛനോടും അതുപോലെ തന്നെ ഇവിടുത്തെ ദീപിക ടീച്ചറിനോടും എനിക്കുള്ള സ്നേഹവും നന്ദിയും ആദ്യമേ അറിയിക്കുകയാണ്. നമ്മുടെ കൈവശമിരിക്കുന്ന ഈ പ്രിന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ കേരളത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മലയാള പുസ്തകം കേരളത്തിൽ അച്ചടിച്ചിട്ട് 10-20 വർഷം ആകുന്നതിന് അതിനു മുൻപ് കൈകൊണ്ട് എഴുതിയ മാനസ്കൃതികളിലൂടെ ആയിരുന്നു വിവരങ്ങൾ പങ്കുവച്ചിരുന്നത്, അല്ലെങ്കിൽ അറിവ് സൂക്ഷിച്ചിരുന്നത്. മനുഷ്യന്റെ തലച്ചോറിൽ മാത്രമുണ്ടായിരുന്ന അറിവ് അവൻ അക്ഷരങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ നിന്നാണ് നമ്മളുടെ ഭാഷയെ ലിപികളിലൂടെ വിന്യസിക്കുക എന്നുള്ളത്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ മാതൃഭാഷയായ, അതിനൊക്കെ ശേഷമാണ് നമ്മുടെ മാതൃഭാഷയായ മലയാളം ഉണ്ടായത്. പ്രകൃതിയെ കുറിച്ച്, കേരളാമ്മയെ കുറിച്ച് ഒരു കവിതയുണ്ട്. പച്ചയാമിരിപ്പിട്ട സഖ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദിമണത്തിട്ടാം പാദോപദാനം ചെയ്തു. മലയാളം പഠിപ്പിക്കുന്നവരെ നിങ്ങളുടെ സ്കൂളിലൊക്കെ ചിലപ്പോൾ ചില കുട്ടികളെങ്കിലും ഈ പദ്യം പഠിച്ചു കാണും. നിങ്ങളെ ഞാനിത് പറയുമ്പോൾ എൻ്റെ മുൻപിലുള്ള തലമുറ എത്രമാത്രം ഈ കയ്യെഴുത്ത് മാസികകളെയൊക്കെ, ആ കയ്യെഴുത്ത് മാസികയുടെ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട്. കൂടുതൽ പാട്ടുകൾ എഴുതിയ ഒരു കവിയാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 90 വയസ്സായി കഴിഞ്ഞ ഒരു കവിയാണ് ശ്രീകുമാരൻ. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയും നീണ്ടത് പറയൂ, ഉത്തരാസ്വര കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു. ഇങ്ങനെയൊക്കെ തുടങ്ങിയ മനോമോഹനങ്ങളായ 6000-ത്തിലധികം സിനിമാഗാനങ്ങൾ എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥ ആണ് ജീവിതം ഒരു പെൺകുലം. അദ്ദേഹം വിമാനതമ്പി എന്ന് പറയുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് മത്തായി എന്റെ പ്രിയ കൂട്ടുകാരൻ എന്ന പേരിൽ ഒരു കഥ എഴുതി. ഈ കഥ ഈ സുഹൃത്തിനെ കേൾപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ സുഹൃത്ത് വായിക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ വീട്ടിൽ ചേട്ടൻ അവിടുത്തെ ഒരു വായനശാലയിൽ കയ്യെഴുത്ത് മാസിക കൊണ്ടുവരുന്നത്.
ടീച്ചർ തമ്പിയെ നോക്കുന്നു. തമ്പി ഇവിടെ പറയുന്നു, ഹെഡ് മാസ്റ്റർ വിളിപ്പിക്കുന്നു. പോയി ചെന്നപ്പോഴത്തേക്ക് തമ്പിയുടെ ആദ്യ ജീവിതം ഹെഡ് മാസ്റ്ററുടെ പുറകിൽ ചെന്നു. അവിടെ മേശപ്പുറത്ത് ആ ചൂരൽ ഹെഡ് മാസ്റ്ററിന്റെ തടിയ ചൂരലിരിപ്പുണ്ട്. അതിനെ പുറത്തായിട്ട് അവന്റെ ഊന്നിൽ ഹെഡ് മാസ്റ്റർ ഗൗരവപ്പെടാതെ വെച്ചു, ഇത് നീ എഴുതിയതാണോ? ആണോ സാർ, ഇതിലെല്ലാം നീ തന്നെ എഴുതിയതാണ്. അതെ സാർ. പേടിച്ച് കുറച്ച് പാടി വീഴും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ തിരിഞ്ഞു വന്ന് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇരുന്ന്, അന്ന് മഷിപ്പേനയാണ് ഉപയോഗിക്കുന്നത്, ഏറ്റവും വില കൂടിയ പേന എടുത്ത് ആ ശ്രീമാനന്ദയുടെ പോക്കറ്റിൽ കുതിക്കുന്നു. പിൽക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് ഇത് ശ്രീമാനന്ദന്റെ 2-3 മാസത്തിന് മുമ്പ് പ്രസിദ്ധീകരിച്ച ആത്മകഥയിലുള്ള സംഭവം. കുഞ്ഞുണ്ണാഷിന്റെ ഒരു കവിതയുണ്ട്, ചെറിയ കവിതയാണ്. 1 എന്നാണ് ആ കവിതയുടെ പേര്. ഞാൻ അവിടെ ചൊല്ലാം, നിങ്ങളത് ഏറ്റുകൊണ്ടുവന്ന് കരുതുന്നു. നമുക്കെല്ലാവർക്കും നമ്മൾ ചൊല്ലാം. ശരി, അവിടെ പേരെന്താ? ഒന്നെങ്ങനെ എഴുതാം, ഒന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട തിരിവും വേണ്ട, വളവും വേണ്ട തിരിവും വേണ്ട, കുത്തനെയൊരു വല കുറിയ വല, ഒന്നിങ്ങനെ എഴുതാം. ഇങ്ങനെ ഒന്നും എഴുതാൻ പഠിച്ചില്ലയോ? കുത്തനെ ഒരു വല കുറിയ വല. പക്ഷെ കുഞ്ഞിനി മാഷിന്റെ കവിത അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒന്നായാൽ നന്നായി, നമ്മൾ ഒന്നിച്ചു നിന്നാൽ നന്നായി. നമുക്കിനി പിന്നണിയൊക്കെ വെച്ചുള്ള ഈ പാടുന്ന ഒന്ന് പാടിയാൽ നിങ്ങൾക്ക് നമുക്ക് പിന്നണി ഉപകരണങ്ങളൊന്നുമില്ല. നമുക്ക് ഉപകരണങ്ങളായിട്ടുള്ളത് നമ്മുടെ കൈ മാത്രമാണ്. കൈ അടിച്ചൊന്ന് പാടാം. എങ്ങനെ വേണ്ട തിരിവും വേണ്ട, കൈവും വേണ്ട തിരിവും വേണ്ട, കുത്തനെയൊരു വല കുറിയ വല, ഒന്നിങ്ങനെ എഴുതാം. ഒന്നായാൽ നന്നായി, നമ്മൾ ഒന്നിച്ചു നിന്നാൽ നന്നായി. വിട്ട് കഴിഞ്ഞാൽ ജാതിക്കും മതത്തിനും മറ്റു ഓർമ്മകൾക്കും വ്യത്യാസമില്ലാതെ നിങ്ങളെല്ലാം ഏകോപന സമർത്ഥന്മാരായി നിങ്ങൾ പഠിപ്പിച്ചതുപോലെ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി എന്നും ഒന്നായി തന്നെ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചിട്ടുള്ള സന്തോഷവും കൂടിയായിട്ടുണ്ട്. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ലൈഫിൽ അറിയണം. ഒരിക്കലും മറ്റെന്തിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. Because God has given each and every one of us different talents. So let us make use of all the talents God has given each one of us, not only you, everybody. So on behalf of all my dear students, the teachers, and on behalf of Father and the management, I say